ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-B4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 2026 വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-B4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ വീഡിയോ പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ഓം സം സരസ്വതി നമഃ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2026 ജൂൺ 2-നാണ് വ്യാഴം കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയം, അതായത് ദൈവാധീനം ആർജിച്ചെടുക്കേണ്ട സമയമാണ് വരാൻ പോകുന്നത്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം, കൊല്ലവർഷം 1201 ഇടവം 19-നാണ് വ്യാഴ സംക്രമണം നടക്കുന്നത്. ഒരു രാശിയിൽ ഒരു വർഷമാണ് വ്യാഴം തുടരുന്നത്. 2025 മെയ് മാസം 14 മുതൽ മിഥുന രാശിയിൽ നിൽക്കുന്ന വ്യാഴം 2026 ജൂൺ 2-നാണ് കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അന്ന് ചൊവ്വാഴ്ച ദിവസം മൂലം നക്ഷത്രമാണ് ഈ സംക്രമണം നടക്കുന്ന സമയത്ത്. അപ്പം 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടക രാശിയിലേക്ക് വ്യാഴം എത്തിച്ചേരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുംഭം കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറയുന്നത്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 2-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴം 6-ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. 2-ാം ഭാവാധിപൻ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ 2-ാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 11-ാം ഭാവം ലാഭസ്ഥാനം, സകല വരവും സകല ചെലവും എല്ലാം 11-ാം ഭാവം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ 2 ഭാവത്തിന്റെ അധിപൻ 6-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് വരാൻ പോകുന്നത്. അതായത് ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ കടം കൊടുക്കുന്നത് വഴി ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക. സാമ്പത്തിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധ, കൂടുതൽ ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകേണ്ട സമയമായിട്ട് തന്നെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അത് മാത്രം ശ്രദ്ധിക്കുക. അല്ലാതെയുള്ള നിങ്ങൾക്കുള്ള പ്രാക്കുദോഷം കാര്യങ്ങളെല്ലാം ദൈവാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. മഹാവിഷ്ണുവിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. പക്ഷെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു വ്യാഴം മാറ്റം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. അതുപോലെ നിങ്ങൾക്ക് കിട്ടാനുള്ള പിതൃ സംബന്ധമായിട്ടുള്ള ഓഹരികളൊക്കെ, അങ്ങനെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ പേരിലേക്ക് കിട്ടുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല സമയം. സാമ്പത്തിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യ സംബന്ധമായി നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള സമയം തന്നെയാകും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ശത്രു തടസ്സം ഒരു പരിധി വരെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാകും വരാൻ പോകുന്നത്. നിലവിൽ ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാകും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ നല്ല സമയമാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഫിനാൻഷ്യൽ ഡീലിംഗിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമായിട്ടാണ് കാണിക്കുന്നത്.
പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷന് നല്ല സമയമാണ്. കസ്റ്റമർ ഡീലിംഗിൽ കൂടുതൽ ശ്രദ്ധ വേണം. അശ്രദ്ധ നിമിത്തം കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. അതുപോലെ കുടുംബത്ത് നാൽക്കാലികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നല്ല രീതിയിൽ പരിചരിച്ച് മുൻപോട്ട് പോകുക. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന നല്ല സമയം. ധാന്യാദി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ വസ്ത്രാഭരണാദി ലാഭവും പ്രതീക്ഷിക്കാവുന്ന നല്ല സമയമായിട്ട് തന്നെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല ജാഗ്രതയോടുകൂടി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമാക്കി തീർക്കാവുന്ന നല്ല ദൈവാധീനമുള്ള സമയമായിട്ടാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയിൽ വ്യാഴത്തിന്റെ സ്ഥാനം എവിടാന്ന് നോക്കിക്കൊണ്ട് യഥാവിധി പരിഹാരങ്ങളും വഴിപാടുകളും ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ഉള്ളതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വ്യാഴപ്രീതി അത്യാവശ്യമാണ്. വ്യാഴ മന്ത്രം ദിവസവും ജപിക്കുക. ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. വ്യാഴത്തിന്റെ ദൃഷ്ടി മീനം രാശിയിൽ വരുന്നതുകൊണ്ട് ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. ശനി മന്ത്രവും ദിവസവും ജപിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഹനുമാൻ ചാലീസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച ദിവസങ്ങളിൽ പറ്റുന്ന വേളകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും മാസത്തിൽ ഒരിക്കലെങ്കിലും പാൽപായസം വഴിപാട് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ദർശിക്കുന്നതെങ്കിൽ തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നതും നല്ലതാണ്, വളരെ ഉത്തമമാണ്. മഹാവിഷ്ണു ക്ഷേത്ര ദർശന സമയത്ത് തുളസിമാല വഴിപാട് സമർപ്പിക്കുന്നതും അതുപോലെ നെയ്വിളക്ക് വഴിപാടും സമർപ്പിക്കുന്നതും മഞ്ഞപ്പട്ട് വഴിപാടായിട്ട് നൽകുന്നതും വളരെ ഉത്തമമാണ്. തീർച്ചയായിട്ടും വ്യാഴ സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ്. വ്യാഴമാറ്റം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇടകലർന്ന ഒരു സ്ഥാനത്തേക്കാണ് വരാൻ പോകുന്നത്. ശത്രു തടസ്സം നിങ്ങൾ തന്നെ മാറ്റിയെടുക്കുക. അങ്ങനെയുള്ള ധനപരമായിട്ടുള്ള ഡീലിങ്ങുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSP ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.